വന്ദേ മാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആലപിച്ചപ്പോഴും ഒന്നും മിണ്ടാതിരുന്നത്. അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി തന്നെ ഇത്തരം കാര്യങ്ങളിൽ സർക്കുലർ ഇറക്കി കൊടുക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്ക് അത് സംബന്ധിച്ചൊരു നിലപാട് ഉറക്കെ പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും RSSന് സമ്പൂർണ്ണമായും വിധേയപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ കേരളത്തിലെ ഗവർണറുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതെന്തെങ്കിലും വ്യക്തിപരമായ കാര്യമല്ല. കേരളത്തിൽ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഗവൺമെൻറ്റിൻ്റെ നയം എന്ന് പറഞ്ഞാൽ കേന്ദ്രവുമായി യാതൊരുവിധ രാഷ്ട്രീയ വിയോജിപ്പും പ്രകടിപ്പിക്കേണ്ടതില്ല എന്നാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിന് ഉദാഹരണമായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. ഒരു വരി കേന്ദ്രത്തെ നോവിപ്പിക്കുന്നത് ഉണ്ടായിട്ടില്ല. ബജറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വരി എഴുതി വച്ചിട്ടില്ല. കാരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന വിവേചനപരമായ കാര്യങ്ങൾ സംബന്ധിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നികുതി ഇനത്തിലും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഭാഗമായി കൊടുക്കാനുള്ള കുടിശ്ശിക സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേസ് നടക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരായി ഒരക്ഷരം പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ കേരളത്തിൻ്റെ മറ്റ് മന്ത്രിമാരോ തയ്യാറായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അയ്യോ ഞങ്ങൾ ഗവർണറുമായി ഏറ്റുമുട്ടാനില്ല എന്നാണ്. ഏത് MG യൂണിവേഴ്സിറ്റിയിൽ RSSൻ്റെ നോമിനിയെ വെക്കുന്നു. കാർഷിക സർവകലാശാലയിൽ VC ആയിട്ട് RSS ലിസ്റ്റ് കൊടുത്ത ആളെ വെക്കുന്നു. 18 ആളെ സെനറ്റിലേക്ക് തിരികെ കയറ്റുന്നു. ഇങ്ങനെയെല്ലാം തിരികെ കയറ്റുന്ന സന്ദർഭത്തിൽ ഗവർണറുമായി ഏറ്റുമുട്ടുകയാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതിന് പകരം ഞാൻ നിലപാട് ഉറക്കെ പറയും എന്ന് പറയേണ്ട മന്ത്രി ഞങ്ങൾ ഇതിനൊന്നുമില്ല എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചു. നമ്മൾ കണ്ടതാണ്. അപ്പോൾ തുടക്കം മുതൽ ഈ TG മോഹൻദാസിൻ്റെ അറസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ RSSന് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന ഒരു ഗവൺമെൻറ് സംവിധാനത്തെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ശക്തമായ പ്രതിഷേധം മതനിരപേക്ഷ കേരളം ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്.